നമസ്കാരം. മാറാട് കലാപത്തിന്റെ ഗൂഢാലോചനയിൽ PDP നേതാവ് അബ്ദുൽ നാസർ മദനി അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നും ഇതും കലാപത്തിലെ വിദേശ ശക്തികളുടെ പങ്കുമൊന്നും വേണ്ട രീതിയിൽ അന്വേഷിച്ചിട്ടില്ലെന്നും എഴുത്തുകാരനും പ്രഭാഷകനുമായ AP അഹമ്മദ്. മാറാട് കലാപത്തിന്റെ 23-ാം വാർഷിക ദിനത്തിൽ കോഴിക്കോട് അളകാപുരി ഹാളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ അനുസ്മരണ പരിപാടിയിലാണ് AP അഹമ്മദ് ഈ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയത്. PDPയുടെ സ്ഥാപക സംഘടന ജനറൽ സെക്രട്ടറി ആയിരുന്ന ചിത്രഭാനുവിൻ്റെ ആത്മകഥയെ ഉദ്ധരിച്ചാണ് AP ഈ വിവരം വെളിപ്പെടുത്തിയത്. ഒരു ദിവസം താൻ അബ്ദുൽ നാസർ മദനിക്കൊപ്പം ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ നാളെ മാറാട് ബോട്ട് വരും, സഹായിക്കണമെന്ന് പറയുന്ന ഒരു ഫോൺ കോൾ അബ്ദുൽ നാസർ മദനിക്ക് വന്നതായി CK ചിത്രഭാനു എഴുതിയിട്ടുണ്ട്. അതിനുശേഷം മാറാട് കലാപം ഉണ്ടായതോടെ താൻ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നുവെന്നാണ് ചിത്രഭാനു എഴുതിയത്. ഈ ആത്മകഥ വായിച്ച് ഞാൻ ചിത്രഭാനുവിനെ അങ്ങോട്ട് പോയി കാണുകയായിരുന്നു. അദ്ദേഹം എന്നോട് ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ഒരു നിരന്തര പോരാളിയായിരുന്നു അന്തരിച്ച ചിത്രഭാനുവെന്ന് AP അഹമ്മദ് പറഞ്ഞു. അന്നത്തെ മാറാട് MLA ആയ VKC മുഹമ്മദ് കോയ മാറാട് എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് സർക്കാരിന് കത്തയച്ചിരുന്നു. എന്നാൽ സർക്കാർ അവിടെയുള്ള പോലീസ് ഹെഡ് പോസ്റ്റ് കൂടി ഒഴിവാക്കുകയാണ് ചെയ്തത്. മാറാട് കലാപത്തിൽ അന്വേഷണം ഈ വഴിക്കൊന്നും പോയില്ല. ഇതിനുള്ള പണം ഇവിടെ നിന്ന് വന്നു. സംഭവം അന്വേഷിച്ച തോമസ് P. ജോസഫ് കമ്മീഷനും ഇതിൻ്റെ ഗൂഢാലോചനയിലേക്ക് പോയില്ല. വിദേശ ശക്തികളൊന്നും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് കമ്മീഷൻ പറയുന്നത്. എന്നാൽ 2001 മുതൽ തുടർച്ചയായി ലോകത്തിൽ ജിഹാദി ആക്രമണങ്ങൾ പ്രകമ്പനം കൊള്ളിച്ച കാലമായിരുന്നു. വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം, ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണം, ഇസ്രായേൽ പാർലമെൻറ്റ് ആക്രമണം എന്നിങ്ങനെയുള്ള തുടർച്ചയായ സംഭവങ്ങൾക്ക് ശേഷമാണ് മാറാട് കലാപം ഉണ്ടായതെന്നതും വെറും യാദൃശ്ചികതയല്ല എന്ന് AP അഹമ്മദ് ചൂണ്ടിക്കാട്ടി. തുടർന്ന് സംസാരിച്ച സ്വതന്ത്ര ചിന്തകനും എക്സ് മുസ്ലിമുമായ ആരിഫ് ഹുസൈൻ വലിയ രീതിയിൽ മത തീവ്രവാദത്തെ പ്രതിരോധിച്ചത് മാറാട് സംഭവമാണെന്നാണ് എടുത്തു പറഞ്ഞത്. ഈ പരിപാടിയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ മുതൽ ഇത് ശരിയല്ല എന്ന് പ്രചരണം വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹിന്ദു ഐക്യവേദി അല്ലാതെ മുസ്ലിം ലീഗോ മറ്റ് ഇസ്ലാമിക സംഘടനകളോ ആരെങ്കിലും ആ അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കാനായി ഒരു പരിപാടി സംഘടിപ്പിക്കൂ, ഞാൻ വരാം. നിങ്ങൾക്കതിന് ധൈര്യമുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ് മാറാട്. അന്ന് അതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നായിരുന്നു എൻ്റെ ധാരണ. ഇന്ന് ആ വഴികളും പത്രവാർത്തകളും എല്ലാം ഒരു സിനിമയിൽ എന്ന പോലെ മനസ്സിൽ വരികയാണ്. മാറാട് എന്തിനാണ് ഓർക്കേണ്ടതെന്നതും പ്രധാന ചോദ്യമാണ്. ഈ ഓർമ്മ പകയ്ക്കും പ്രതികാരത്തിനും വേണ്ടിയല്ല. ഞാൻ ഈയിടെ ഇസ്രയേലിൽ പോയപ്പോൾ അവിടെ ജൂത കൂട്ടക്കൊലയുടെ സ്മരണകൾ അതുപോലെ മ്യൂസിയമാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. കണ്ണു നിറയാതെ നമുക്കത് കാണാനാവില്ല. ജൂതർക്ക് ഇന്ന് ജർമ്മനിക്കാരോട് യാതൊരു പകയുമില്ല. ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനാണ് അവർ ഇതുപോലെയുള്ള സ്മരണകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആവണം മാറാട് അനുസ്മരണവും. അല്ലാതെ പ്രതികാരം ജ്വലിപ്പിക്കാനാവരുത്. ആ ട്രാപ്പിൽ ഹിന്ദു സമൂഹം പെടരുതെന്നും ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാട്ടി. 2001-2023 വർഷങ്ങൾക്കിടയിൽ കോഴിക്കോട് മാറാട് തീരദേശ മേഖലയിൽ നിലനിന്ന അക്രമ സംഭവങ്ങളെയാണ് മാറാട് കലാപങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. 2002 ജനുവരിയിലാണ് പ്രശ്നങ്ങൾ അക്രമങ്ങളിലേക്ക് എത്തിച്ച ആദ്യ കൊലപാതകം നടക്കുന്നത്. മാറാട് ജുമാ മസ്ജിദിന് സമീപത്തെ റോഡിൽ വെച്ച് കുഞ്ഞിക്കോയ എന്നയാളെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്നുണ്ടായ അക്രമങ്ങളിൽ 5 പേർ കൊല്ലപ്പെട്ടു. പൊതു ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമങ്ങളിൽ കലാശിച്ചത്. ഇതിൻ്റെ തുടർച്ചയായിരുന്നു 2003 മെയ് 2 സംഘർഷങ്ങളിൽ 9 പേരും കൊല്ലപ്പെട്ടു. മാറാട് കലാപം അന്വേഷിച്ച തോമസ് P. ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തലുകളും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. 2006 സമർപ്പിച്ച തോമസ് P. ജോസഫിൻ്റെ റിപ്പോർട്ടിൽ മാറാട് സംഭവത്തിൽ CBI, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് എന്നിവയുടെ അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അക്രമങ്ങൾ തടയുന്നതിൽ പോലീസിന് സാധിച്ചില്ല, പ്രദേശത്ത് മതിയായ സന്നാഹങ്ങൾ സജ്ജമായിരുന്നില്ലെന്ന കുറ്റപ്പെടുത്തലും തോമസ് P. ജോസഫിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ പല അക്രമ സംഭവങ്ങളും അരങ്ങേറിയിരുന്നതായും ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.